ബെൽജിയത്തിൽ നിന്നുമൊരു തകർപ്പൻ സൈനിങ് ബ്ലാസ്റ്റേഴ്സിലേക്ക്. മാർക്കസ് അപ്ഡേറ്റ് ഇതാ, 3 താരങ്ങളെ ബ്ലാസ്റ്റേഴ്സ് ഐ ലീഗിലേക്ക് അയച്ചേക്കും. പോകുക പുതിയ ടീമിലേക്ക്. വിശദ വാർത്തകളിലേക്ക് കടക്കാം. നിങ്ങൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ പുതിയ സീസണിനു മുൻപായി കേരള ബ്ലാസ്റ്റേഴ്സ് FC തങ്ങളുടെ അവസാന വിദേശ സൈനിങ് ഏകദേശം പൂർത്തിയാക്കി കഴിഞ്ഞു. ഈ ആഴ്ചയോടെ വിദേശ സൈനിങ് സംബന്ധിച്ചുള്ള പ്രഖ്യാപനം ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അവസാനത്തെ വിദേശ സൈനിങ് സംബന്ധിച്ച് നിരവധി ട്രാൻസ്ഫർ റൂമറുകൾ നിലവിൽ പുറത്തുവരുന്നുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ അവസാനത്തെ വിദേശ സൈനിങ് പൂർത്തിയാക്കി എന്നറിഞ്ഞതിനുശേഷം നിരവധി പേരുകളാണ് ഉയർന്നുകേൾക്കുന്നത്. ബെൽജിയം ഫുട്ബോളറായ 30-കാരൻ സ്ട്രൈക്കർ സിഞ്ഞോ ഗാനോയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ സ്ട്രൈക്കർ എന്ന് വ്യാപകമായി ട്രാൻസ്ഫർ റൂമർ സോഷ്യൽ മീഡിയയിലൂടെ കാണുന്നുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ ഈ താരമല്ല ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ സ്ട്രൈക്കർ എന്നാണ് അറിയാനാവുന്നത്. മാർക്കസ് നൽകുന്ന അപ്ഡേറ്റ് പ്രകാരം സിഞ്ഞോ ഗാനോ അല്ല ബ്ലാസ്റ്റേഴ്സ് സൈനിങ്. ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ സ്ട്രൈക്കർ ആരാണെന്നതിനെ സംബന്ധിച്ചുള്ള അപ്ഡേറ്റ് ഉടനെ പുറത്തുവിടാമെന്ന് മാർക്കസ് പറഞ്ഞു. ബ്ലാസ്റ്റേഴ്സിന്റെ കോൺട്രാക്റ്റിലുള്ള 3 യുവതാരങ്ങളെ ഐ ലീഗ് കളിക്കാൻ ബ്ലാസ്റ്റേഴ്സ് അനുവദിച്ചേക്കും. ഇത്തവണ ഐ ലീഗിൽ മറ്റു ക്ലബ്ബുകൾക്കൊപ്പം ഇന്ത്യൻ അണ്ടർ-20 ടീമും മത്സരിക്കുന്നുണ്ട്. നേരത്തെ ഐ ലീഗിലുണ്ടായിരുന്ന ഇന്ത്യൻ ആരോസ് 3 വർഷങ്ങൾക്ക് മുമ്പ് പിരിച്ചുവിട്ടിരുന്നു. ആരോസിന് പകരക്കാരായാണ് ഇത്തവണ AFF ഇന്ത്യൻ അണ്ടർ-20 ടീമിനെ ഐ ലീഗിൽ ഇറക്കുന്നത്. ഇന്ത്യൻ യുവതാരങ്ങൾക്ക് കൂടുതൽ അവസരങ്ങൾ ലഭിക്കാനും മേജർ ലീഗുകൾ കളിച്ച് അനുഭവസമ്പത്ത് നേടിയെടുക്കാനുമാണ് AIFF ഈ നീക്കം നടത്തുന്നത്. ഇന്ത്യൻ അണ്ടർ-20 ടീം ഇത്തവണ ഐ ലീഗിൽ ഇറങ്ങുമ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ കോൺട്രാക്റ്റിലുള്ള 3 താരങ്ങൾ കൂടി അണ്ടർ-20 ടീമിന്റെ ഭാഗമായേക്കും. നിലവിൽ ഇന്ത്യൻ അണ്ടർ-20 ടീമിന്റെ ഭാഗമായ കോറോ സിംഗ്, എബിൻ ദാസ്, തോമസ് ചെറിയാൻ എന്നിവരെയായിരിക്കും ബ്ലാസ്റ്റേഴ്സ് ഇന്ത്യൻ അണ്ടർ-20 ടീമിനോടൊപ്പം ഐ ലീഗ് കളിക്കാൻ അനുവദിക്കുക. ഇത്തരത്തിൽ അണ്ടർ-20 ടീമിനോടൊപ്പം ഐ ലീഗ് കളിക്കുന്ന താരങ്ങളെ ടീമുകൾക്ക് ആവശ്യമുള്ള സമയത്ത് അവരുടെ മാതൃക്ലബ്ബിലേക്ക് തിരിച്ചുകൊണ്ടുവരാനാകും. അതിനാൽ ഈ 3 താരങ്ങളെ ബ്ലാസ്റ്റേഴ്സ് ഐ ലീഗിലേക്ക് അയച്ചാൽ അത് ബ്ലാസ്റ്റേഴ്സിന് എന്തുകൊണ്ടും ഗുണകരമാണ്. നിലവിൽ ബ്ലാസ്റ്റേഴ്സ് സീനിയർ ടീമിലേക്ക് ഇവരെ എടുത്താൽ അവസരം ലഭിക്കണമെന്നില്ല. അതിനു പകരം മികച്ച താരങ്ങൾ പന്ത് തട്ടുന്ന ഐ ലീഗിലേക്ക് ഇവരെ കളിക്കാൻ വിടുന്നത് ബ്ലാസ്റ്റേഴ്സിന് ഗുണകരമാണ്. കൂടുതൽ കായിക വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.